സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബഡ്ജറ്റ് മാസ്റ്റർ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഫേസ് 6 ഇപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ലൈനപ്പ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ലൈനപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ സിനിമകളെ പറ്റിയിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ഇൻഫർമേഷൻ ഇല്ല എങ്കിൽ പോലും എന്താണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ്, ആരാണ് വില്ലൻ, എന്തായിരിക്കും മെയിൻ പ്രമേയം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പോഴും പലർക്കും ഐഡിയ ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കാങ് ദ കോൺകറർ എന്ന ആ ഒരു കഥാപാത്രത്തിന് എന്ത് സംഭവിച്ചു, എങ്ങനെ റോബർട്ട് ഡൗണി ജൂനിയർ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് തിരികെ വന്നു, പുള്ളിക്കാരൻ എങ്ങനെ ഡോക്ടർ ഡൂം ആകും, അപ്പോൾ കാങ്ങിന് എന്ത് സംഭവിക്കും, കാങ്ങിന് ഇല്ലേ എന്നുള്ള പല ചോദ്യങ്ങളും എല്ലാവരുടെയും മനസ്സിൽ കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ളവ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് ഇറക്കാം. അതിനുമ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യം കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിലക്കണം, എനേബിൾ ചെയ്യുക. ചിലപ്പോൾ പുതിയ വീഡിയോയിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇതിനുള്ള ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻപേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കി സീസൺ 2 എൻഡിങ് എക്സ്പ്ലനേഷൻ വീഡിയോയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എന്നാൽ പോലും അന്ന് അവിടെ ഒരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു, ചിലപ്പോൾ, അഥവാ കൃത്യമായിട്ടുള്ള ഒരു കൺഫർമേഷൻ അന്ന് നമുക്കില്ലായിരുന്നു. പോസിബിലിറ്റി വെച്ചിട്ടാണ് അന്ന് ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ നൽകിയിരുന്നത്. കാരണം അത്തരത്തിലായിരുന്നു അന്ന് കാര്യങ്ങളുടെ കിടപ്പ്. എന്നാൽ ഇപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. അഥവാ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആയിരിക്കുന്നത് ജോനാഥൻ മേഴ്സിന്റെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അഥവാ ലോക്കി സീസൺ 1 ആ ഒരു സമയത്ത് ജോനാഥൻ മേഴ്സിനെ മാർവൽ പ്രധാനപ്പെട്ട ആ ഒരു ഗ്യാങ് ആക്കാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഒരു വേരിയന്റ് എന്ന നിലയ്ക്ക് മാത്രമാണ് പുള്ളിക്കാരനെ മാർവൽ പരിഗണിച്ചിരുന്നത്. എന്നാൽ ലോക്കി സീസൺ 1 ക്ലൈമാക്സിലെ, പ്രത്യേകിച്ച് ഫിനാലെ എപ്പിസോഡിലെ ആ ഒരു പെർഫോമൻസ്, പുള്ളിയോടുള്ള ആ ഒരു താല്പര്യം മാർവലിനെ കൂട്ടി. അതോടെ തന്നെ പുള്ളിയെ വെച്ച് ഈ ഒരു ഫേസ്, അഥവാ ഫേസ് 6 മുഴുവൻ ഓടിച്ചുകൊണ്ട് പോകാൻ മാർവൽ തീരുമാനിച്ചു. അതിനുവേണ്ടി മുഴുവൻ കഥയും കാര്യങ്ങളും എല്ലാം മാറ്റി കൃത്യമായിട്ടും മാർവൽ ഫേസ് 6 ഗ്യാങ്ങിനെ വെച്ചുകൊണ്ട് മാത്രം മുൻപോട്ട് പോകാൻ തീരുമാനിച്ചു. കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുൻപോട്ട് പോയി. എന്നാൽ പോലും മാർവലിന്റെ ആ ഒരു പ്രേക്ഷക പിന്തുണ കുറഞ്ഞു വന്നിരുന്നു. എന്നാൽ ഒരു സമയത്ത്, അഥവാ ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തിയപ്പോൾ മനസ്സിലായി ജോനാഥൻ മേഴ്സിനെതിരെയുള്ള ഒരു കേസിനെ പറ്റി. അഥവാ ജോനാഥൻ മേഴ്സിന്റെ കാമുകി ഒരു കേസ് കൊടുത്തു. ആദ്യം കുറ്റാരോപിതൻ മാത്രമായിരുന്ന ജോനാഥൻ മേഴ്സ് പിന്നീട് ആ കേസ്, അഥവാ ഗാർഹിക പീഡനത്തിനുള്ള ആ ഒരു കേസിൽ പ്രതിയാണെന്ന് കണ്ടു. ഒരു വർഷം ഏകദേശം ജയിലിൽ കിടക്കുമെന്നും ഏറെക്കുറെ തീരുമാനമായി. സോ അതുകൊണ്ട് തന്നെ മാർവലിന് വേറൊരു വഴിയുമില്ല, പുള്ളിക്കാരനെ പുറത്താക്കേണ്ടി വന്നു. ആ ഒരു കുറ്റാരോപിതനായ സമരം തന്നെ മാർവലിന് പന്തികേട് മണത്തിരുന്നു. സോ അതുകൊണ്ട് തന്നെ ലോക്കി സീസൺ 2 ഫിനാലെ, അല്ലെങ്കിൽ ലോക്കി സീസൺ 2 കഥയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആ ഒരു സമയമായപ്പോഴേക്കും മാർവൽ മാറ്റിയിരുന്നു. അത് നമുക്ക് അന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അഥവാ അതിൻ്റെ ആ ഒരു എൻഡിങ്ങും മറ്റും മാർവൽ റീഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളവയെ പറ്റി തന്നെ. ശേഷം അതിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ ഇപ്രകാരം കണ്ടു, ലോക്കി മൾട്ടിവേഴ്സിനെ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ മൾട്ടിവേഴ്സിൻ്റെ ആ ഒരു നെടുന്തൂടായിട്ട് ഇപ്പോൾ ലോക്കിയാണുള്ളത്. എല്ലാവർക്കും ഫ്രീ വിൽ എന്നുള്ള ആ ഒരു തീരുമാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ലോക്കി പിന്നെയും കൊണ്ടുവന്നു കഴിഞ്ഞു. മുൻപുണ്ടായിരുന്നത് എന്താണോ കാങ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ കാങ്ങിന്റെ വേരിയൻസ് തീരുമാനിക്കുന്നത്, അത്തരത്തിൽ മാത്രമായിരുന്നു മൾട്ടിവേഴ്സും പ്രത്യേകിച്ച് സീക്രട്ട് ടൈം ലൈനും മുൻപോട്ട് പോകുന്നത്. കാരണം ഓരോരോ ടൈം ലൈൻ ഉണ്ടാകുമ്പോൾ ഓരോരോ കാങ് വേരിയന്റ് വന്നിരിക്കും. എന്നാൽ ആ ഒരു ഓരോ വേരിയന്റിനും പരസ്പരം ശത്രുത തോന്നും. അത് മൾട്ടിവേഴ്സൽ വാറിലേക്ക് നയിക്കും. ഇതുകൊണ്ട് തന്നെ ഫ്രീ വിൽ എന്നൊരു കൺസെപ്റ്റ് സീക്രട്ട് ടൈം ലൈനിൽ ഒട്ടും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ലോക്കി ചെയ്തത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആക്കി മാറ്റി. കാങ്ങിന്റെ വേരിയൻസിന്റെ ആ ഒരു വളർച്ച പുള്ളി തടഞ്ഞു. എല്ലാവർക്കും ഫ്രീ വിൽ എന്ന ആശയം കൊണ്ടുവന്നു. അഥവാ എന്താണോ എഴുതപ്പെട്ടത് അതിൽ നിന്നും ഒരാൾ വ്യത്യസ്തമായി ചിന്തിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ വ്യത്യസ്തമായി പ്രവർത്തിച്ചു കഴിഞ്ഞാലോ അതൊരു മറ്റൊരു ടൈം ലൈനായിട്ട് മാറും. എന്നാൽ മുൻപാണ് എങ്കിൽ ഇത്തരത്തിലൊരു ടൈം ലൈൻ വരുമ്പോൾ അതിനെ പ്രൂൺ ചെയ്ത് മാറ്റുമായിരുന്നു. എന്നാൽ പിന്നീട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ നെടുന്തൂണായിട്ട് ലോക്കി വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഫ്രീ വിൽ കൊണ്ടുവന്നതിന് ശേഷം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരാൾ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു മറ്റൊരു ടൈം ലൈനായിട്ട് മാറും. ഇത് പിന്നീട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നടന്നുകൊണ്ടു. ലോക്കി അത്തരത്തിലാണ് ചെയ്തിരുന്നത്. നേരത്തെ എന്താണോ ടിവിയെ ചെയ്തിരുന്നതും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറി. നേരത്തെ ടിവിയെ ചെയ്തിരുന്നത് കാങ്ങിന്റെ നിർദ്ദേശപ്രകാരം ഒരു സീക്രട്ട് ടൈം ലൈനിൽ എന്തെങ്കിലും ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു ടൈം ലൈൻ പുതുതായിട്ട് ഒരു ബ്രാഞ്ചിൽ ടൈം ലൈൻ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രൂൺ ചെയ്യും, എന്നിട്ട് ഒരൊറ്റ ടൈം ലൈൻ മാത്രമാക്കും. എന്നാൽ ലോക്കി വന്നതിന് ശേഷം ടിവിയെ ചെയ്തിരുന്നത് നേരെ തിരിച്ചായി. ഫ്രീ വിൽ ഒരു കുഴപ്പവുമില്ല. എന്നാൽ കാങ്ങിന്റെ ഒരു വേരിയന്റ് ഉണ്ടാകുമ്പോൾ അവർ അവിടെ പോയി അതിനെ തടയും. കാങ്ങിന്റെ വേരിയൻസ് ഉണ്ടാകുന്നത് ടിവിയെ തടയുന്നു. ടിവിയുടെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് കാങ്ങിന്റെ വേരിയൻസിനെ തടയുക, അല്ലെങ്കിൽ കാങ്ങിന്റെ ആ ഒരു വളർച്ച തടയുക എന്നത് തന്നെയാണ്. സോ അതോടെ തന്നെ കാങ്ങുമായി ബന്ധപ്പെട്ട മൾട്ടിവേഴ്സൽ വാറോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇതാണ് ലോക്കി സീസൺ 2 ക്ലൈമാക്സിൽ സംഭവിച്ചത്. മാർവൽ ആ അവസരത്തിൽ അത് ജസ്റ്റ് ഒരു കേസ്, അല്ലെങ്കിൽ ഒരു ഇഫ് മൊമെന്റ് ആയിട്ട് മാത്രമാണ് അതിനെ ഉണ്ടാക്കി വെച്ചിരുന്നത്. ഒരുപക്ഷെ ജോനാഥൻ മേഴ്സ് ആ ഒരു കേസിൽ നിരപരാധിയാണ് തെളിയുകയാണെങ്കിൽ അത് മാറ്റാം. ടിവിക്ക് കാങ്ങിനെ തടാൻ സാധിക്കുന്നില്ല, പഴയതുപോലെ കാര്യങ്ങൾ നടക്കുന്നു. എന്നാൽ കേസിൽ പെട്ടു, അല്ലെങ്കിൽ കേസിൽ അകപ്പെട്ടു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. കാങ്ങിനെ ഇല്ല, കാങ്ങിനെ ടിവിയെ തടയും. പകരം
മറ്റൊരു വില്ലൻ വരും. അതാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ജോനത്തൻ മേസ ആ ഒരു കേസിൽ പ്രതിയാണെന്ന് തെളിയിക്കപ്പെട്ടു. സോ അതോടെ തന്നെ TVA ഗ്യാങ്ങിനെ തടയാൻ സാധിക്കുന്നു. എന്നാൽ അതേസമയം മറ്റൊരു വലിയ വില്ലൻ വരുന്നു. ആ വലിയ വില്ലൻ മറ്റാരുമല്ല റോബർട്ട് ഡൗണി ജൂനിയറിന്റെ ഡോക്ടർ ഡൂം തന്നെ. ഒരു പരിധിവരെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു മാർവൽ ഇത്തരത്തിൽ ഒരു റിവീൽ പോലും നടത്തില്ലായിരുന്നു. പെട്ടെന്നൊരു നിമിഷം ഒരുപക്ഷെ ഒരു സിനിമയിലൂടെയോ അല്ലെങ്കിൽ ഒരു സീരീസിലൂടെയോ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടേനെ. എന്നാൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലായിക്കൊണ്ട് അവർ ആ ഒരു ഫേസ് റിവീലിന് തയ്യാറായി. സോ അതോടെ തന്നെ പഴയതിനേക്കാൾ ഇരട്ടി ഹൈപ്പ് ഇപ്പോൾ മാർവലിനുണ്ട്. എന്നാൽ പോലും പലർക്കും RDJയുടെ ഈ ഒരു തിരിച്ചുവരവ് അധികം പിടിച്ചിട്ടില്ല. കാരണം എല്ലാവരും അദ്ദേഹത്തിനെ കണ്ടു ശീലിച്ചിരുന്നത് അയൺമാനായിട്ട് മാത്രമാണ്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഒരിക്കലും ഡോക്ടർ ഡൂമായിട്ട് മാത്രം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ RDJ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാനും സാധിക്കില്ല. കാരണം ഡോക്ടർ ഡൂം എന്ന് പറയുന്ന വില്ലൻ എത്രമാത്രം ശക്തനാണെന്ന് നമുക്കൊരിക്കലും ഗസ് ചെയ്യാൻ പോലും സാധിക്കില്ല. അത്രമാത്രം പവർഫുൾ ആണ്. ഈവൻ താനോസിനേക്കാൾ 100 ഇരട്ടി പവർഫുൾ ആണ്. കോമിക്സിലെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ മാത്രം അറിയാവും താനോസിനേക്കാൾ എത്രമാത്രം അപകടകരമായിട്ടുള്ള വില്ലനാണ് ഡോക്ടർ ഡൂം എന്ന് മനസ്സിലാക്കിയെടുക്കാൻ. ഒരൊറ്റ കൈകൊണ്ട് താനോസിന്റെ സ്കെൽറ്റൽ ബോഡിയെ വലിച്ചു പറിച്ചെടുത്തു. ഒരു മനുഷ്യനാണ്, എന്നാൽ പോലും അതിലുപരി ഒരു ബുദ്ധിമാനാണ്, കുറേയധികം പവർ നേടിയിട്ടുള്ള ഒരു മനുഷ്യനുമാണ്. സോ അതോടെ തന്നെ ആ ഒരു വില്ലന്റെ കപ്പാസിറ്റി നമുക്ക് അങ്ങോട്ട് അളക്കാനേ സാധിക്കില്ല. സോ അത്രമാത്രം വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു വില്ലൻ. സോ അതോടെ തന്നെ ആ ഒരു വില്ലനെ തടയാൻ മറ്റൊരു അയൺമാന്റെ വരവ് അത്യാവശ്യമാണ്. അതിന് മറ്റൊരു ചോയ്സ് റോബർട്ട് ഡൗണി ജൂനിയർ മാത്രമാണെന്ന് നമുക്ക് ഏറെക്കുറെ പറയാൻ സാധിക്കും. ഇനി RDJ എങ്ങനെ ഡോക്ടർ ഡൂമായിട്ട് വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അയൺമാനെ തന്നെ മറ്റൊരു വേരിയന്റ് മറ്റൊരു യൂണിവേഴ്സിൽ വേണമെങ്കിൽ ഡോക്ടർ ഡൂം ആവാം ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം. കാരണം വേരിയൻസ് ആണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ സാധിക്കും. കോമിക്സിലും ഇത്തരത്തിലൊരു സ്റ്റോറി ലൈൻ നടന്നിട്ടുണ്ട്. പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഥവാ അയൺമാനും ഡോക്ടർ ഡൂമും പരസ്പരം ബോഡി സ്വിച്ച് ആവുന്ന രീതിയിലുള്ളത്. സോ എന്തെങ്കിലും ഇത്രയുമാണ് ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. വരും വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ളവ എക്സ്പ്ലെയിൻ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻതീസും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ വരമൽ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.